ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട ദൈവ മക്കളെ, അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനേകം കുടുംബങ്ങളിൽ ദൈവം കുട്ടികളെ പ്രത്യേകം സ്നേഹിച്ച് അനുഗ്രഹിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അനേകം ബാലികാ ബാലന്മാരുടെ ദുഃഖങ്ങളിലേക്ക് കർത്താവ് ഇടപെടുന്നൊരു സമയമായി അഭിഷേകാഗ്നി വചന ശുശ്രൂഷയുടെ സമയത്തെ കർത്താവ് മാറ്റിയിട്ടുണ്ട്. ഞാൻ കാഞ്ഞിരപ്പള്ളി കൺവെൻഷന് ചെന്നപ്പോൾ അവിടെ ഒരു കുടുംബം, ആ കുടുംബത്തിൽ ഒരു കുട്ടിക്കുണ്ടായ അനുഭവം പങ്കുവെക്കാൻ സ്റ്റേജിലെത്തിയത് ഞാൻ ഓർമ്മിക്കുകയാണ്. അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. എൻ്റെ പേര് സുരേഷ്. ഞങ്ങൾ റാന്നി കണ്ണമ്പള്ള ഇടവകയാണ്. റാന്നി പ്രദേശത്തു നിന്നാണ് കുടുംബം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എൻ്റെ മോൻ്റെ കാര്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്, സാക്ഷ്യം പറയുന്നതിനാണ്. എൻ്റെ മോന് ജനിച്ച് 1.5 വയസ്സായപ്പോൾ അവൻ നടക്കാൻ തുടങ്ങിയപ്പോൾ കാല് ബുദ്ധിമുട്ടായിരുന്നു. ഇടത് കാൽഭാഗത്തിന് ആർച്ച് വളരെ കുറവായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഒരു ഷൂ ധരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ആ ഷൂ ധരിക്കുകയും ആ കൂടെ ഞങ്ങൾ സെഹിയോനിൽ അട്ടപ്പാടി മാസവാദ്യ വെള്ളിയാഴ്ച പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു വർഷം ഞങ്ങൾ ഷൂ ധരിക്കും, പക്ഷെ എന്നാൽ അതിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു വീണ്ടും ഷൂ ധരിക്കാൻ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ അതിന് പകരം അഭിഷേകാഗ്നി പ്രോഗ്രാം ശാലോം ടി വിയിൽ കാണുകയും ശാലോം ചാനലിൽ കൂടെ അട്ടപ്പാടിയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി എന്ന വചന ശുശ്രൂഷ വീട്ടിലിരുന്ന് അങ്ങോട്ട് കാണുകയും ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയും ആ നേരത്ത് അവൻ്റെ കാൽപാദം ടി വിയുടെ നേരെ കാണിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. കാൽപാദം ടി വിയിൽ പരിശുദ്ധ കുർബാന ആരാധന നടക്കുന്ന സമയത്ത് എൻ്റെ യേശുവെ എൻ്റെ കാലിന് തൊടണേന്ന് പറഞ്ഞ് കാൽപാദം അങ്ങനെ ടി വിയുടെ അങ്ങോട്ട് നീട്ടിപ്പിടിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ച്. അതിനുശേഷം കാൽപാദത്തിൻ്റെ ആർച്ച് നേരെയാവുകയും അവൻ നടക്കുമ്പോൾ വീഴാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് നടക്കുമ്പോൾ വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ആർച്ച് ശരിക്കും അല്ലാത്തതുകൊണ്ട് കാല് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ശരിക്കും ബാലൻസ് ഇല്ലാതെ മറിഞ്ഞ് വീഴുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ അഭിഷേകാഗ്നി വചന ശുശ്രൂഷ ടി വിയിലൂടെ നടക്കുന്ന സമയത്ത് ഈ കാൽപാദ ടി വിയുടെ അങ്ങോട്ട് നീട്ടിപ്പിടിച്ചിട്ട് യേശുവെ തൊടണമേന്ന് പറഞ്ഞ് കുടുംബം മുഴുവനും കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് കാൽപാദത്തിന് ആർച്ച് ദൈവം അങ്ങോട്ട് കൊടുത്ത് ഇപ്പോൾ കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല, നന്നായിട്ട് നടക്കാം, വീഴാതെയൊക്കെ നടക്കാൻ പറ്റും. കുട്ടിയുടെ പേരെന്താണ്? കുട്ടിയുടെ പേര് ആൽവി. ആൽവി ഇന്ന് സന്തോഷമായിട്ടിരിക്കുകയാണ്. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നോക്കി എത്രയോ പ്രകടമായിട്ടാണ് കർത്താവ് ഇടപെടുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനായിൽ ഈശോ ജീവിച്ചിരുന്ന കാലത്ത് ഈശോയുടെ അരികിലേക്ക് വന്നിട്ട് ഈശോയെ ഇതെൻ്റെ കണ്ണിന് കാഴ്ചയില്ല, ഇതെൻ്റെ കാലിന് വളവില്ല, ദൈവം മുടന്തനാണ്, ദൈവം നടക്കാൻ നിവൃത്തിയില്ല, തളർവാദ രോഗിയാണ്, കുഷ്ഠരോഗിയാണ് എന്ന് യേശുവിനോട് നേരിട്ട് പറയുമ്പോൾ യേശു എങ്ങനെ ഇടപെട്ടോ അതേപോലെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് ദൈവമക്കളുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടുന്ന സംഭവങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ജീവിക്കുന്നു യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. സന്തോഷം ജീവിക്കുന്നു യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നോക്ക് എത്രയോ പ്രകടമായി വചന പ്രഘോഷണവും ആരാധനയും നടന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ആ കുടുംബത്തിൽ ഇടപെട്ടു. ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ കുട്ടികളെയും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ബാലികാ ബാലന്മാരുടെ മേൽ ഈ സമയത്ത് ഒരു പ്രത്യേക ദൈവകൃപ നിറയാൻ വേണ്ടി അട്ടപ്പാടിയിലുള്ള ഈ അൾത്താരയിൽ നിന്ന് അച്ഛൻ പ്രത്യേകം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യുവതി യുവാക്കന്മാരുടെ ഓരോ കണ്ണുകളിലേക്ക് ദൈവം ഇടപെടട്ടെ. ഈ സമയം കുടുംബം ഒന്നിച്ച്, സമൂഹം ഒന്നിച്ച്
ദേശത്ത് അനേക ദേശങ്ങളിലിരിക്കുന്ന വിശ്വാസികളുടെ ലക്ഷക്കണക്കിന് വരുന്ന ആ കൂട്ടായ്മയോട് ചേർന്ന് നമുക്ക് മഹത്വം ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാവരും, കുട്ടികളും മുതിർന്നവരും യുവതിവാക്കന്മാരും കുടുംബനാഥന്മാരും സിസ്റ്റർമാരും വൈദികരും എല്ലാവരും ഇപ്പോൾ കൈകൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, മഹത്വത്തിന്റെ രാജാവേ, സ്തുതികൾക്ക് പുകഴ്ച യോഗ്യനായവനെ, എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. മഹത്വം ദൈവത്തിന്, സ്തുതികൾക്ക് യോഗ്യനവൻ യേശുവേ. അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ നൽകുന്ന യേശുനാഥന് കരങ്ങൾ അടിച്ച് മഹത്വം ദൈവത്തിന്, സന്തോഷത്തോടെ സ്തുതികൾക്ക് യോഗ്യനവൻ ആരാധന കർത്താവേ. അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ നൽകുന്ന യേശുനാഥന് ഹല്ലേലൂയ പാടിടാം യേശുവേ, പാടിടാം യേശുവേ എന്നും. ഹല്ലേലൂയ പാടിടാം ആരാധന, പാടിടാം യേശുവേ എന്നും. യേശുവേ, യേശുവേ, യേശുവേ യോഗ്യനവൻ യേശുവേ, യേശുവേ, യേശുവേ മഹത്വവും യേശുവിന്, യേശുവേ, യേശുവേ, യേശുവേ സ്തുതികൾക്ക് യോഗ്യനവൻ, എല്ലാ മഹത്വവും യേശുവിന്. കരങ്ങൾ ഉയർത്തിയടിച്ച് ഹല്ലേലൂയ പാടിടാം, ഗ്ലോറി, ഗ്ലോറി, പാടിടാം യേശുവേ എന്നും. മഹത്വം, മഹത്വം. ഹല്ലേലൂയ പാടിടാം, ആരാധന, പാടിടാം യേശുവേ എന്നും. സ്തുതികൾക്ക് യോഗ്യനവൻ, എല്ലാ മഹത്വവും യേശുവിന്. സ്തുതികൾക്ക് യോഗ്യനവൻ, എല്ലാ മഹത്വവും യേശുവിന്. ഇരു കരങ്ങൾ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഓ കുടുംബത്തിന്റെ വേദനകൾ, ജീവിതത്തിന്റെ കണ്ണുനീര്, വലിയ മനോദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, രോഗബാധകൾ, കുടുംബ പ്രശ്നങ്ങൾ, കലഹം, വഴക്ക്, കണ്ണുനീര്, കടബാധ്യത, തകർച്ച, പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, മാറാത്ത രോഗങ്ങൾ എല്ലാം സമർപ്പിച്ച് എല്ലാവരും സ്തുതിക്കട്ടെ. ആരാധന, ആരാധന. ഓ ദൈവമേ, ദുഃഖങ്ങൾ ഏറ്റെടുക്കണമേ, കണ്ണുനീരിലേക്ക് ഇടപെടണമേ കർത്താവേ. പുതിയൊരു ജീവൻ നൽകണമേ, പുതിയൊരു ജീവിതം നൽകണമേ, പുതിയൊരു ഉയർപ്പ് നൽകണമേ, പുതിയൊരു യുഗത്തിലേക്ക് കൈപിടിക്കണമേ. ഇപ്പോൾ അത്ഭുതങ്ങൾ ഈ കുടുംബങ്ങളിലേക്ക് പിതാവേ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പുതുജീവനിൽ നീ പകർന്നു, ആരാധന, ആരാധന. പുതിയൊരഭിഷേകം ചൊരിഞ്ഞു. ഓ യേശു നാമത്തിൽ ജീവനിൽ നീ പകർന്നു, പിതാവേ സ്തോത്രം. പുതിയൊരഭിഷേകം ചൊരിഞ്ഞു. ദുഃഖമെന്നിൽ നിന്നകറ്റി സർവ വിടുതലെനിക്കു നൽകി. ദുഃഖമെന്നിൽ നിന്നകറ്റി ആരാധന കർത്താവേ, കരങ്ങളടിച്ച് ഹല്ലേലൂയ പാടിടാം എന്റെ യേശുവിന്, യേശുവേ യേശു രാജാവേ. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം യേശുവേ. ആരാധന, ആരാധന, ആരാധന. എന്റെ യേശുവിന് ആരാധന, എന്റെ യേശു രാജാവിന് ആരാധന. സ്തുതികൾക്ക് യോഗ്യനവേ ആരാധന, മഹത്വവും ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ കരുണയുള്ള കൈകൾ നീട്ടണമേ കർത്താവേ. ഇപ്പോൾ ഈ ശുശ്രൂഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ബാലികാബാലന്മാരുടെ മേൽ അവിടുത്തെ കൈകൾ വെക്കണമേ കർത്താവേ. യുവതിവാക്കന്മാരെ സ്പർശിക്കണമേ കർത്താവേ. ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകം തൊടണമേ കർത്താവേ. അടഞ്ഞിരിക്കുന്ന വാതിലുകൾ യേശു നാമത്തിൽ തുറക്കപ്പെടട്ടെ. തടസ്സപ്പെട്ട് കിടന്ന ഓരോ തടസ്സങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. ദൈവമേ, പഠിക്കാൻ എത്ര ശ്രമിച്ചിട്ടും ഓർമ്മ കിട്ടാത്ത മറവിയുള്ള കുഞ്ഞുങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. നല്ല ഓർമ്മശക്തി കൊടുക്കണമേ ഈശോയെ. ബാലികാബാലന്മാരിൽ രോഗികളായി കുട്ടികളെ പ്രത്യേകം സ്പർശിക്കണമേ കർത്താവേ. ഒരത്ഭുതം ചെയ്യണമേ കർത്താവേ. ഈ കുടുംബങ്ങളെ അവിടെ സന്തോഷിപ്പിക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ കർത്താവേ. ആരാധന, ആരാധന യേശുവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന.
ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ആരും തുണയില്ലാത്തവർക്ക് ദൈവം തുണ എന്ന വിഷയത്തെക്കുറിച്ചാണ്. അനേക സ്ഥലങ്ങളിൽ ഓരോ തരത്തിലുള്ള ധ്യാനങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ, ഇടവക ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ, താമസിച്ചുള്ള ധ്യാനങ്ങൾ, ലീഡേഴ്സിൻ്റെ ധ്യാനങ്ങൾ, വൈദികർക്കുള്ള ധ്യാനങ്ങൾ, സിസ്റ്റേഴ്സിനുള്ള ധ്യാനങ്ങൾ, ഇങ്ങനെ ഓരോ ശുശ്രൂഷകൾക്ക് വേണ്ടി പോകുമ്പോൾ അച്ഛൻ മിക്കവാറും സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം, പല സാഹചര്യങ്ങളിലും ആർക്കും സഹായിക്കാൻ പറ്റാത്ത വിധം ദയനീയമായ നിസ്സഹായ അവസ്ഥയിലേക്ക് വീഴുന്ന ദൈവജനത്തിൻ്റെ കണ്ണുനീര്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും എൻ്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഒരു മേഖല നിസ്സഹായരായ മനുഷ്യരുടെ വേദനയാണ്. ഡോക്ടർമാർക്ക് സഹായിക്കാൻ പറ്റുന്നില്ല, പണമുണ്ട്, പണം കൊണ്ട് ഉപകാരപ്പെടുന്നില്ല, ബന്ധുക്കളും സ്വന്തക്കാരും ഉണ്ട്, ആർക്കും സഹായിക്കാൻ പറ്റുന്നില്ല, ഗവൺമെൻറ് ഉണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്, എല്ലാം ഉണ്ട്, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പഠിപ്പുണ്ട്, ജോലിയുണ്ട്, അതുകൊണ്ടും ഒരു ഉപകാരമില്ലാത്ത സ്ഥിതി. അങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ വേദനിക്കുന്ന ദൈവമക്കളുടെ കണ്ണുനീര്. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ, ഇവരുടെ ഈ കണ്ണുനീരിന് എങ്ങനെയാണ് ഒരു പരിഹാരം അങ്ങ് കാണിച്ചു കൊടുക്കുക? ഇവരുടെ കണ്ണുനീരൊന്ന് മാറാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഒരു പ്രദേശത്ത് നിന്നപ്പോൾ കണ്ടൊരു കാഴ്ച പറയാം. ശരീരത്തിൽ ഈ തലമുടി ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തെയും തൊലി പോയ ഒരു കുട്ടി, ഒരു 4-5 വയസ്സ് പ്രായമുണ്ട്. കണ്ട ആ ഒരു ക്ഷണത്തിൽ തന്നെ എൻ്റെ ശിരസ് മുതൽ പാദം വരെ ഞാൻ മരവിച്ചു പോയി. അതുപോലെ ആ കുട്ടി വേദന സഹിക്കുകയാണ്. ആ കുട്ടിയേക്കാൾ വേദന ആ കുട്ടിയുടെ അപ്പനും അമ്മയ്ക്കും ഉണ്ട്. ആ കുട്ടിയെ കൈകളിൽ എടുത്തിരിക്കുകയാണ്. കുട്ടി 24 ഇടതടവില്ലാതെ കരച്ചിലാണ്. ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. പല വിധത്തിലും ആ കുടുംബം ഞെരുങ്ങുകയാണ്, കണ്ണുനീരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാസങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് ആ രംഗം പോകുന്നില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറയും. അവർക്ക് ഗവൺമെൻറ് ഉണ്ട്, മാതാപിതാക്കന്മാരുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, ബന്ധുക്കളുണ്ട്, മിത്രങ്ങളുണ്ട്, പണമുണ്ട്, ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ റെഡിയാണ്, എല്ലാവരും അവർ റെഡിയാണ്. പക്ഷേ അത് കുട്ടിക്ക് ഫലിക്കുന്നില്ല. ഡോക്ടർമാരുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടും കുട്ടിക്ക് ഫലിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചപ്പോൾ പ്രഭാഷകന്റെ പുസ്തകത്തിലേക്ക് അവിടുന്ന് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുവന്നു. അവിടെ ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തിലെ ചില പ്രത്യേക അനുഭവങ്ങളിലൂടെ കടന്നുപോയത് ദൈവ പൈതൽ അനുസ്മരിക്കുകയാണ്. ആ ദൈവ പൈതൽ ആദ്യമായി അനുസ്മരിക്കുന്നത് 51-ാം അധ്യായം 6-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തുണ്ട്. ഞാൻ മരണത്തോടടുത്തു, എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ അഗാധത്തെ സമീപിച്ചു, എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല. മനുഷ്യരുടെ സഹായത്തിന് വേണ്ടി ഞാൻ ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. തുടർന്ന് ആ ദൈവ പൈതൽ ഒരു മനുഷ്യനും സഹായിക്കാനില്ല. ഇടത്തോട്ടും വലത്തോട്ടും സഹായത്തിന് വേണ്ടി ഓടുകയാണ്. നീന്തൽക്കാരൻ ആ വെള്ളത്തിൽ കിടന്ന് കൈകൾ നീട്ടുന്നത് പോലെ ഇതാ സഹായത്തിന് വേണ്ടി ഇടത്തേക്കും വലത്തേക്കും നോക്കുകയാണ്. അത് ബന്ധുക്കളുടെയും കൂടപ്പിറപ്പുകളുടെ അടുത്തേക്ക് നോക്കുകയാണ്. അത് ഗവൺമെൻറ് അടുത്തേക്ക്, സന്നദ്ധ സംഘടന അടുത്തേക്ക് നോക്കുകയാണ്. എന്നാൽ ആർക്കും സഹായിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. കർത്താവേ, അപ്പോൾ ഞാൻ അങ്ങയുടെ കാരുണ്യം അനുസ്മരിച്ചു, പണ്ട് മുതലുള്ള അങ്ങയുടെ പ്രവൃത്തികളും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 51-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് ഇതുപോലുള്ള കഠിനമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി രക്ഷ പ്രാപിച്ചതെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. കർത്താവേ, അപ്പോൾ ഞാൻ അങ്ങയുടെ കാരുണ്യം അനുസ്മരിച്ചു, പണ്ട് മുതലുള്ള അങ്ങയുടെ പ്രവൃത്തികളെയും ഞാൻ ഓർത്ത്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരോഗ്യമുള്ള സമയത്ത്, പണമുള്ള സമയത്ത്, എല്ലാം തികഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ കാരുണ്യത്തെ പറ്റി ഞാനും നിങ്ങൾ കേൾക്കണം. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ കാരുണ്യം നിറഞ്ഞ പ്രവൃത്തികളെ കുറിച്ച് ഞാൻ നിങ്ങളും ആവതുള്ള കാലത്ത് കേട്ട് ഗ്രഹിച്ച് ഹൃദയത്തിൽ കർത്താവിനെ അറിയണം. അങ്ങനെ കർത്താവിനെ അറിയുമ്പോൾ പ്രിയ ദൈവ പൈതലേ, നാളെ ഒരു അന്ധകാരാവൃതമായ ദിനം കടന്നു വരുമ്പോൾ, ദുഷ്ടന്മാരുടെ നാളുകൾ നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുമ്പോൾ, അന്ധകാരം നമ്മുടെ മേൽ അഴിഞ്ഞാടുമ്പോൾ, എല്ലാം പിടിപെട്ടതുപോലെ തോന്നുന്ന സമയത്ത്, ഒന്നും കൂട്ടിയാൽ കൂടാത്ത നേരത്ത്, ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത സമയത്ത് ഇന്നുള്ള ഈ ഒരു അനുഭവം നമ്മളെ സഹായിക്കും. ഓർക്കാൻ പറ്റും, പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഓർക്കാൻ പറ്റും, പണ്ട് കർത്താവ് ഇന്ന കുടുംബത്തിൽ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, പണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഇന്നൊരു വേദനയോട് കടന്നു പോയപ്പോൾ എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്, പണ്ട് അബ്രാഹത്തോട് കർത്താവ് കരുണയോടെ ഇടപെട്ടിട്ടുണ്ട്, പണ്ട് ദാവീദിനോട് കർത്താവ് സ്നേഹത്തോടെ ഇടപെട്ടിട്ടുണ്ട്, പണ്ട് കർത്താവ് യെശയ്യായോടും ജെറമ്യായോടും എല്ലാം അലിവോടെ ഇടപെട്ടിട്ടുണ്ട്. ഇത് നേരത്തെ കേട്ടുവെച്ചിരുന്നാൽ അന്ന് നമുക്ക് ഓർക്കാൻ പറ്റും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് കർത്താവിനെ കുറിച്ച് ഓർക്കുക, കർത്താവിനെ കുറിച്ച് ഓർക്കുക. കർത്താവിൻ്റെ കാരുണ്യം നിറഞ്ഞ കർത്താവിൻ്റെ പ്രവൃത്തികൾ, ഇത് രണ്ടും അനുസ്മരിക്കണം, ഓർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ബൈബിളിൽ നമുക്ക് കാണിച്ചു തരുന്നൊരു വഴിയാണത്. അങ്ങനെ കർത്താവ് ഒന്ന് ഓർത്താൽ അവിടെ നിന്ന് അങ്ങോട്ട് കർത്താവിൻ്റെ ഒരു ചൈതന്യം നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നൊരു അനുഭവം ഉണ്ടാകും. ഒരു ദൈവ പൈതൃക കുടുംബത്തിലെ ഒരു അനുഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത, 10-17 വർഷമായി ഇവരെ ഒരു കാര്യത്തിന് വേണ്ടി, ഇവർക്ക് മക്കളില്ല, 17 വർഷമായി ഇവർക്ക് മക്കളില്ല. ഇതിനുവേണ്ടി എത്രയോ വഴികൾ ഇവർ അവലംബിച്ച്, അവരുടെ തന്നെ വാക്കുകളിലൂടെ നമുക്കൊന്ന് ശ്രമിക്കാം. എൻ്റെ പേര് സിബിച്ചൻ, വൈഫിൻ്റെ പേര് സിൽവി, വീട് മുണ്ടക്കയം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 17 വർഷമായി ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. വിവാഹത്തിന് ശേഷം 17 വർഷമായി മക്കളില്ലാതെ ഈ കുടുംബം കഷ്ടപ്പെടുകയായിരുന്നു. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി തുടങ്ങിയ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്ത് പരാജയപ്പെട്ടു. അവസാനം കേരളത്തിലെ ഒരു പ്രമുഖ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് കുട്ടികളുണ്ടായിരിക്കാൻ സാധ്യത ഒന്നും കാണുന്നില്ല, പക്ഷേ എന്താ എനിക്കറിയത്തില്ല, എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനുശേഷം ഒത്തിരി പേർക്ക് അനുഭവമുള്ള പ്രാർത്ഥനയും ധ്യാനവും ട്രീറ്റ്മെൻറ്റും ഉള്ള ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് വിധേയരായി. അവിടെ 3 വർഷത്തിനിടയിൽ പലതവണ ട്രീറ്റ്മെൻറ്റിന് വിധേയരായി. അവസാനം അവിടുന്ന് ഞങ്ങൾക്കൊരു നിർദ്ദേശവും കിട്ടി, ഇനി നിങ്ങൾക്ക് മക്കളുണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ 3 വർഷമായി അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിലെ ആദ്യ വെള്ളിയാഴ്ച പ്രോഗ്രാമിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഞങ്ങൾ ജൂലൈ മാസത്തിൽ ബഹുമാനപ്പെട്ട സേവർഖാൻ ഭട്ടായിലച്ചനോട് പ്രാർത്ഥിച്ച് 2011 ജൂലൈ മാസത്തിൽ ഈ ഒരു കാര്യം ആത്മീയമായി പരിഹരിക്കാൻ വേണ്ടി അവർ ദൈവസന്നിധിയിൽ എത്തിച്ചേരും. അച്ഛനോട് കണ്ട് പ്രാർത്ഥിച്ച് അഡോപ്ഷന് അല്ല അതുപോലെ മുതലായ കാര്യങ്ങളെക്കുറിച്ചൊരു തീരുമാനം എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. എന്നാൽ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, അതിനും അത് സാധിച്ചിരുന്നില്ല, കാണാൻ പോലും പറ്റിയില്ല. അവസാനം സെപ്റ്റംബർ മാസം ഞങ്ങൾ രണ്ടുപേരും കൂടെ അട്ടപ്പാടിയിൽ നിന്ന് കരഞ്ഞൊരു തീരുമാനം എടുത്തു. അടുത്ത 3 മാസം ഞങ്ങൾ നേർച്ച നടന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുകയാണെങ്കിൽ ജനുവരി മാസം ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടിയിലെ 10,000 മുന്നേ സാക്ഷ്യപ്പെടുത്താമായിരുന്നു നേർച്ച. ഒറ്റ നേർച്ച അങ്ങോട്ട് നേർന്നു. അതായത് അവർ പറഞ്ഞു, അവർ അച്ഛനെ കാണാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല, എല്ലാ വിധത്തിലും അവർ 17 വർഷമായി തടസ്സങ്ങളാണ്. അപ്പോൾ അട്ടപ്പാടിയിൽ ആദ്യ വെള്ളിയാഴ്ച കൺവെൻഷൻ ഗ്രൗണ്ടിലിരുന്ന് ഇതുപോലെ വചനശുശ്രൂഷ നടക്കുമ്പോൾ ഹൃദയം നുറുങ്ങിയ ഒറ്റ പ്രാർത്ഥനയാണ്, കർത്താവേ, അടുത്ത 3 മാസത്തിനുള്ളിൽ അങ്ങ് ഒരു കുഞ്ഞിനെ തരികയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി സെഗിയോൻ്റെ ശുശ്രൂഷ നടക്കുമ്പോൾ സാക്ഷ്യപ്പെടുത്തും എന്ന് നേർച്ച നേർന്ന് അങ്ങ് പ്രാർത്ഥിച്ച്. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ജനുവരി മാസം അട്ടപ്പാടിയിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ എൻ്റെ ഭാര്യ 3 മാസം ഗർഭിണിയായിരുന്നു. ഹല്ലേലൂയ, 3 മാസം കർത്താവ് ഇടപെട്ട്. ഹല്ലേലൂയ. ഇന്ന് ഗർഭിണിയായ ഭാര്യയോട് കൂടെ തന്നെ സ്റ്റേജിൽ വന്നിട്ടാണ് സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അധികം താമസിയാതെ ഒരു നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ജന്മം നൽകാൻ, ഇവർക്ക് നല്ല സുഖപ്രസവം കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു.
യേശു പ്രവർത്തിക്കുന്നു. നന്നായിട്ട് കൈകൾ ഉയർത്തി വീശി വീശി കൈയടിച്ച് യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. യേശുവേ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 51-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം ദൈവത്തിന്റെ കാരുണ്യവും ദൈവത്തിന്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുക മാത്രമല്ല, അപ്പോൾ ദൈവത്തിന്റെ ചൈതന്യം നമ്മുടെ മേൽ നിറയും. ആ ചൈതന്യം നമ്മളെ നയിക്കും, ഒരു പുതിയ പ്രാർത്ഥന ഉയരും. അതാണ് 51-ാം അധ്യായം 9-ാം വാക്യം. ഭൂമിയിൽ നിന്ന് എൻ്റെ പ്രാർത്ഥനകൾ ഉയർന്ന് മരണത്തിൽ നിന്ന് മോചനത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു. ഇനി 51-ാം അധ്യായം അതിൽ 11-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. എൻ്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിച്ചു, അവിടുന്ന് എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് ദുസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുന്ന കർത്താവാണ്. ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ കാരുണ്യം ഓർക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുക. അതിനുശേഷം ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ദൈവ സന്നിധിയിലേക്ക് പ്രാർത്ഥനകൾ ഉയർത്തുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകത്തിൽ 30-ാം അധ്യായം 5-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നമ്മുടെ എല്ലാ അവസ്ഥകളും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാം. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര അധ്വാനിച്ചും എത്ര ഓടിയിട്ടും എത്ര ചികിത്സിച്ചിട്ടും ദൈവമേ ഒരു മാറ്റമില്ലല്ലോ. കുട്ടികളെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നു, കരങ്ങൾ കൂപ്പുന്നു. കുടുംബം മുഴുവൻ ഇപ്പോൾ ഇന്ന് വരെ ഒരു മാറ്റമില്ലാത്ത പ്രശ്നങ്ങളെല്ലാം സമർപ്പിച്ച് ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കൈവിടുകയില്ല ഞാൻ നിന്നെ, കൈവിടുകയില്ല. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്പർശിക്കണമേ, തളർന്ന ഹൃദയങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. നിരാശയുടെ കെട്ടുകൾ അഴിയട്ടെ കർത്താവേ, അന്ധകാരപ്പേകൾ വിട്ടുപോട്ടെ കർത്താവേ. കർത്താവിന്റെ നാമത്തിൽ അന്ധകാരങ്ങളും ആധിപത്യങ്ങളും ഇപ്പോൾ ചിന്ന ഭിന്നമാകട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. പ്രൈസ് ദി ലോർഡ്. കാരുണ്യമേശുവേ, നിന്നെ ആരാധിച്ചു സ്തുതിക്കുന്നു. കൈകൾ കൂപ്പി വിശ്വാസമോടെ ഞാൻ നിൻ മുൻപിൽ നിന്നു പ്രാർത്ഥിപ്പൂ. സ്നേഹമേ എൻ്റെ ജീവനേ, ആത്മസൗന്ദര്യമേകണേ. സ്നേഹമേ എൻ്റെ ജീവനേ, ആത്മസൗന്ദര്യമേകണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 51-ാം അധ്യായത്തിൽ 1-ാം തിരുലിഖിതം. എൻ്റെ ദൈവവും എൻ്റെ രക്ഷകനുമായവനെ,
ഞാൻ അങ്ങയെ വിളിക്കുന്നു. ഇരു കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുക. എല്ലാം മറന്ന് രക്ഷിതാവായ കർത്താവിനെ എല്ലാവരും കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു. യേശുവേ, യേശുവേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. മനസ്സ് തുറന്ന് ഉറക്കെ യേശുവേ, രക്ഷിതാവേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. കർത്താവേ,